പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത് എപ്സൻ്റെ M3170 എന്ന പ്രിൻ്ററിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ളൊരു ഫുൾ വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രിൻ്ററിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ബോക്സിൻ്റെ പുറത്ത് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. പ്രിൻറ്റ് ചെയ്യാൻ കഴിയും, കോപ്പി സ്കാനിങ് ഉണ്ട്, ഫാക്സ് ഉണ്ട്, അതുപോലെ വൈഫൈ വരുന്നുണ്ട്, പിന്നെ ഡ്യൂപ്ലെക്സ് യൂണിറ്റ് ആണ് വരുന്നത്, സ്ക്രീന് വരുന്നുണ്ട്, ADF വരുന്നുണ്ട്. ഇങ്ങനെ ഫുൾ ഡീറ്റെയിൽസ്, ഏകദേശം ചെറിയ ഡീറ്റെയിൽസ് നമ്മൾ ബോക്സിൻ്റെ പുറത്ത് തന്നെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഈ മോഡൽ പ്രിൻ്ററിന് 005 സീരീസ് ഇങ്കാണ് ഉപയോഗിക്കേണ്ടത്, വേറെ സീരീസ് ഇങ്ക് ഉപയോഗിക്കാൻ പാടില്ല. ബോക്സ് നമ്മൾ നേരെ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഒരു ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, പ്രിൻ്റർ കാണാം. ഇതിൻ്റെ സൈഡിലുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ യൂസർ മാനുവലും അതേപോലെ ഡ്രൈവർ CD-യുടെ ഒരു പാക്കിങ്ങും വരുന്നുണ്ട്. അതെല്ലാം ഒറ്റ പാക്കേജിൻ്റെ ഉള്ളിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഇനി CD ഡ്രൈവ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഇതിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ 2 തെർമോകോൾ പീസുകൾ ഒഴിവാക്കുന്നു. അതിനുശേഷം പ്രിൻ്റർ നേരെ ബോക്സിൽ നിന്ന് പുറത്തോട്ട് വെക്കുക. അതിൻ്റെ അകത്ത് വേറെ ചെറിയൊരു ബോക്സ് ഉണ്ട്. ഇതിലാണ് നമ്മൾ ഇങ്ക് ബോട്ടിലും പവർ കേബിളും USB കേബിളും എല്ലാം വരുന്നത്. ബോക്സിൽ നിന്ന് നമ്മൾ പ്രിൻ്റർ പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ പാക്കിംഗ് കവർ റിമൂവ് ചെയ്യുക. ഈ പാക്കിംഗ് കവർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റർ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂടി വെക്കാൻ വേണ്ടിയിട്ടെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. പൊടിപടലങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഇതുവഴി സാധിക്കുന്നതാണ്. പാക്കിംഗ് കവർ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ചെറിയൊരു ബോക്സ് ഉണ്ടല്ലേ, ഇതിൻ്റെ അകത്താണ് നമ്മൾ കൂടെ കിട്ടുന്ന ഇങ്ക് ബോട്ടിൽ USB കേബിളെല്ലാം വരുന്നത്. ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നേരെ പെട്ടി കവർ ഒഴിവാക്കിയിട്ടുണ്ട്. നേരെ പെട്ടി ഓപ്പൺ ചെയ്യുന്നു. ചെറിയൊരു ടൈറ്റ് ഉണ്ട്, സോറി. ഓക്കെ, യെസ്, ഉണ്ടല്ലേ. ഇതിൻ്റെ അകത്താണ് നമ്മൾ USB കേബിൾ, അതേപോലെ പവർ കേബിൾ, ഇങ്ക് ബോട്ടിൽസ് എല്ലാം വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു പാക്കേജ് മാറ്റി വെക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 005 സീരീസ് ഇങ്കാണ് ഈ മോഡൽ പ്രിൻ്ററിന് ഉപയോഗിക്കേണ്ടത്. വേറെ സീരീസ് ഇങ്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഓരോന്നോരോന്നാ ഇതിലുള്ള ഓരോരോ മെറ്റീരിയൽ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രിൻ്ററിലേക്ക് തിരിച്ചു വരാം. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് പ്രിൻ്റർ ഓൺ ആക്കുകയല്ല വേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കുറേ ബ്ലൂ കളർ സ്റ്റിക്കർ കാണാൻ സാധിക്കും. മസ്റ്റായിട്ട് അത് റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്യാതെ ഒരിക്കലും പ്രിൻ്റർ ഓൺ ആക്കാൻ പാടില്ല. അപ്പോൾ 1 by 1 ആയിട്ട് ഞാനത് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ബ്ലൂ സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രിൻ്റർ ഇങ്ക് ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്, ടാങ്ക് ഫില്ലാക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, കൂടെ ഒരു ബോട്ടിൽ ഇങ്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ തന്നെയാണ്, റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ ടാങ്ക് വരുന്നത്. ഇവിടെ അതിൻ്റെ ലെവൽ കാണാൻ സാധിക്കും. അതിനാണ് കമ്പനി അവിടെ ട്രാൻസ്പെറൻ്റായി കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. അവിടെ കറക്റ്റ് മെൻഷൻ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ ഏത് ടൈപ്പ് ഇങ്കാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ ബോട്ടിൽ എടുക്കുന്നു. ബോട്ടിലിൻ്റെ പാക്കിംഗ് കവർ റിമൂവ് ചെയ്യുക. ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. അതേപോലെ ഈ ബോട്ടിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്തതിന് ശേഷം ബോട്ടിലെടുത്ത് നേരെ ആ ടാങ്കിൻ്റെ ആ സ്ലോട്ടിലോട്ട് കറക്റ്റായിട്ട് വെക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. ഇതിലേക്ക് വെക്കുന്ന സമയത്ത് ഓവർഫ്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതേപോലെ ഇങ്ക് ബോട്ടിൽ നിന്ന് ലീക്ക് ആകുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ചെറിയ ലോക്ക് സിസ്റ്റമാണ് വരുന്നത്. ഇവിടെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ക് നിറയുന്നത്. അവിടെയാണ് നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ പ്രിൻ്റർ ഉപയോഗിക്കുന്ന സമയത്തും നിങ്ങൾ ഇങ്ക് ലെവൽ ചെക്ക് ചെയ്യേണ്ടത്. ഉള്ള ഭാഗവും ഇല്ലാത്ത ഭാഗവും ഇതേപോലെ 2 കളറായിട്ട് കാണിക്കുന്നതാണ്.
ഇവിടെ താഴെ ഒരു ലൈൻ കണ്ടില്ല, ആ ലൈനിൻ്റെ അവിടെ എത്തുന്ന സമയത്താണ് ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. അവിടെ ഒരു ആരോ മാർക്കിൻ്റെ മുകളിൽ എത്തുന്ന സമയത്ത് ഇങ്ക് ഫില്ല് ചെയ്യുക. അതിൻ്റെ താഴോട്ട് ഇറങ്ങാൻ പാടില്ല. അങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അടുത്തുള്ള സർവീസ് സെൻറ്ററിൽ വിളിച്ച് സർവീസ് ചെയ്യേണ്ടി വരും. അത് അത്ര നല്ലതുമല്ല പ്രിൻ്ററിന്, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പ്രിൻ്റർ പവർ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. പ്രിൻ്ററിൻ്റെ കൂടെ പവർ കേബിൾ കിട്ടിയിട്ടുണ്ട്. അത് നേരെ പ്രിൻ്ററിൻ്റെ ലെഫ്റ്റ് സൈഡ് പിറകുവശത്താണ് പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട് വരുന്നത്. ജസ്റ്റ് അവിടെ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം പ്രിൻ്റർ ജസ്റ്റ് ഈ പവർ ബട്ടൺ പ്രസ് ചെയ്ത് ഒന്ന് ഓൺ ആക്കുക. കുറച്ച് നേരം ചെറിയൊരു ലോഡിംഗ് ഉണ്ടാവും, സ്ക്രീനിൽ തെളിഞ്ഞ് വരും. ഓക്കെ, ഇവിടെ ആദ്യം വരുന്നത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതേപോലെ നമ്മൾ കൺട്രി റീജിയൻ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഇന്ത്യയാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ റീജിയൻ ഏതാ അല്ലെങ്കിൽ കൺട്രി ഏതാണോ അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ചെയ്യുന്ന ഈ ഡേ ലൈറ്റ് സേവിങ് ടൈമാണ്, ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തോളൂ, കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഡേറ്റ് ഫോർമാറ്റാണ് ചോദിക്കുന്നത്. അത് അന്നത്തെ കറണ്ട് ഡേറ്റും അത് ഏത് ഫോർമാറ്റ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ടൈമാണ് ചോദിക്കുന്നത്. ടൈമിനും ഇതേപോലെ ടൈമിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് വേണ്ടത് എന്നുണ്ടാവും. അതേപോലെ അന്നത്തെ കറണ്ട് ടൈം എത്ര എന്നുള്ളത് അതവിടെ കറക്റ്റ് ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യുക. ചെറിയൊരു ടച്ച് സ്ക്രീനാണ് ഈ മോഡൽ പ്രിൻ്ററിന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അവിടെ ടച്ച് ചെയ്താണ്ട് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഹോം ബട്ടണും പവർ ബട്ടണും പിന്നെ എന്തെങ്കിലും വാണി മെസ്സേജ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു 3 ബട്ടൺസ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഫാക്സിൻ്റെ ചെറിയൊരു ഇൻഡിക്കേഷൻസും വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ടൈം സെറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ ചെറിയൊരു പ്രോസസ്സിങ് എന്നൊരു ഇതുണ്ടാവും, ചെറിയൊരു ലോഡിങ് വരുന്നതാണ്. അപ്പോൾ ആ പ്രോസസ്സിങ് കഴിയോളം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അടുത്ത മെസ്സേജ് വരുന്ന അതുവരെ വെയിറ്റ് ചെയ്യണം. ഈ സമയത്ത് ഒരിക്കലും പവർ ഓഫ് ആവാൻ പാടില്ല. അതേപോലെ കറണ്ട് പോകുമ്പോൾ ഒറ്റയടിക്ക് പ്രിൻ്റർ ഓഫ് ആവാനും പാടില്ല. ഈ ഒരു സമയത്ത് നമുക്കൊരു പ്രോസസ്സിങ് ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ ടാങ്കിൽ വെച്ച് ഇങ്ക് ട്യൂബിലൂടെ ഹെഡിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സിങ് ഉണ്ട്. ഇനീഷ്യൽ ഇൻസ്റ്റാളേഷൻ എന്നാണ് ആ പ്രോസസ്സിങ്ങിൻ്റെ പേര്. യെസ്, അത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ പറയുന്ന പോലെ ജസ്റ്റ് ആ ഒരു ബട്ടൺ കണ്ടില്ലേ, ആ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് ഹോൾഡ് ആൻഡ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു മെസ്സേജ് വരും. അവിടെ ഡൺ എന്ന് കൊടുക്കുക. ആ ഡൺ കൊടുക്കുന്നതോടുകൂടി ഇതേപോലെ ഒരു 10 മിനിറ്റിൻ്റെ ഒരു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ആ പ്രോസസ്സിങ് കഴിയോളം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിൻ്റർ ഓഫ് ആവാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ സ്ക്രീനിൽ അടുത്തൊരു മെസ്സേജ് വരും. അപ്പോൾ അതുവരെ നമ്മൾ ചെയ്ത പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതിൽ ഫാക്സ് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ സെറ്റപ്പ് ചെയ്യുക. അതേപോലെ ഇതിൽ പലതും അത്ര ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഈ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഞാനത് സ്കിപ്പ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് പ്രിൻ്റർ സ്കാനിങ്ങും പ്രിൻറ്റിങ്ങും ചെയ്യാം. അതേപോലെ കോപ്പി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്, റീപ്ലൈ തരും. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.